ചേട്ടാ AC ഒന്ന് കൂട്ടിയിടുവോ? പുറയിലേക്ക് തണുപ്പ് കിട്ടുന്നില്ല. ടൂർ പോവല്ല, തല്ലാൻ കൊണ്ടുപോവാ. എന്നാ ചൂട് മതി അല്ലേ? നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം കൊള്ളാം, പക്ഷെ പോയതെൻ്റെ ഒരു പല്ല. ഈ 4 പേര് ചേർന്ന് ഒരാളെ തല്ലുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് തല്ലിയാ എനിക്ക് ശീലം. പല്ലൊരെണ്ണം എന്തായാലും ഞാൻ എടുക്കും. ആരുടെയാ? അത് ആരുടെ വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. എല്ലാരും ഇറങ്ങിയോ? എല്ലാരും പല്ല് കൊടുക്കണോടാ? അപ്പൊ എങ്ങനെ, ആരാ ആദ്യം? ഇവനോട് പോണു. അന്നതങ്ങനെ പറ്റിപ്പോയി. തിരിച്ചല്ലേ തീരുന്നുണ്ടെങ്കിൽ എന്നെ തല്ലിക്കോ, പക്ഷെ യുവമാരൊന്നും ചെയ്യരുത്. അങ്ങനെ നീ ഒറ്റയ്ക്ക് തല്ലുകൊള്ളണ്ട. തല്ലി തീർക്കാനാണ് തല്ലട്ടെ. തല്ലാനോ കൊല്ലാനോ ഒന്നും കൊണ്ടൊന്നുമല്ല. വാ, രാജേഷിനോട് കുറച്ച് സംസാരിക്കണം. വേറൊന്നുമല്ല, ചാരുൻ്റെ കാര്യം. എടോ, താൻ കരുതുന്നതിൽ ഇഷ്ടമല്ല ചാരും തന്നോടുള്ളത്. അത് തുറന്നു പറയാൻ നമുക്ക് ബുദ്ധിമുട്ട് കാണും. ചാരുവിനെ എനിക്കറിയാം. തന്നെ പോലെ ഒരാളോട് അവൾക്കൊരിക്കലും ഇഷ്ടം തോന്നില്ല. എന്തിനു വെറുതെ? ഒരു നല്ല ഫ്രണ്ടായിട്ടിരുന്നാ പോരെ? ചാരു, രാജേഷ് ഇനി ഒരു ശല്യം ഉണ്ടാക്കില്ല. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലേ? ये क्या बात है आज की चांदनी में, ये क्या बात है आज की चांदनी में, कि हम खो गए प्यार की रागनी में. ये बाहों में बाहें, ये बहकी निगाहें, लो आने लगा जिंदगी का. അങ്ങനെ 22-ാമത്തെ വയസ്സിൽ വീണ്ടും ഞാനൊരു നിരാശാ കാമുകനായി. ഇഷ്ടപ്പെട്ട പെണ്ണിനെ നഷ്ടപ്പെടുമ്പോൾ എല്ലാ കാമുകന്മാർക്കും തോന്നുന്നതൊക്കെ എനിക്ക് പിന്നെയും തോന്നി. എടാ, നീ ആ കേസ് വിട്. നിന്നെ വേണ്ടാത്തോളം നിനക്കും വേണ്ട. നീ എന്തിൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയാത്തത്? വിട്ടേക്ക് നിനക്ക് വേറെ പെണ്ണുള്ളത് കിട്ടാനാ? പോടാ. காசுங்கப்பா, இன்னைக்கு தான் லாஸ்ட் டேட். இல்ல எக்ஸாம் எழுத முடியாது. போன வாரம் தானே நீ 750 ரூபா வாங்கிட்டு போன. அதப்பா எக்ஸாம் ஃபீஸ் கிடையாது, கோஷன் ஃபீஸ் தான். என்ன பிரச்சனை? ഫീസാ കൊടുക്കണം. തമ്പേ, ഓ വേലയെ പാரு. മുത്തേ, നീ അതിന് നിന്റെ വശം തീർക്കാൻ നോക്ക്. മതി ഞഞ്ഞ പിന്നെ തമിഴിൽ അവരെ പ്രശ്നമൊക്കെ തലയിട്ട് MGR ആണ് നീ. ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാനൊന്നുമില്ല. നിങ്ങളോട് പോലും പറഞ്ഞു. ഇനി നിനക്ക് വട വേണ്ടല്ലോ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. വീട്ടിൽ കുറേ ആലോചനകൾ നടക്കുന്നുണ്ട്. നാട്ടിൽ തന്നെ അകന്ന ബന്ധത്തിലുള്ള ഒരു പോലീസുകാരനാണ്. എനിക്ക് കല്യാണം വേണ്ട. നിങ്ങൾ വിചാരിച്ചാ ഇതൊന്ന് മുടക്കി തരാൻ പറ്റുമോ? അതൊന്നും ശരിയാവില്ല കുട്ടി. വീട്ടുകാരെ പറ്റിച്ചാലേ പാപം കിട്ടും. കുട്ടിയുടെ കുടുംബത്തെ പറ്റി വിചാരിച്ചിട്ടുണ്ടോ? ആ പാവ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ട് നിന്നെ വളർത്തി വലുതാക്കി ഈ ഒരു നിലയിൽ എത്തിച്ചെന്നറിയൂ. അതൊന്നും അല്ല, എനിക്കൊരാളെ ഇഷ്ടം. അതാണെങ്കിൽ വീട്ടിൽ പറഞ്ഞാൽ നടത്തി തരത്തുമില്ല. ഇതിനൊന്നും കൂട്ടിക്കാൻ എനിക്ക് വയ്യ. ഇന്നാണ് മാർച്ച് 17. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ?
തൊഴിലാളികനല്ലേ? ഇതുപോലുള്ളൊരു ദിവസം നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ് സ്റ്റാൻഡിൽ വെച്ച് എനിക്ക് ലവ് ലെറ്റർ തന്ന ഒരാൾ അച്ഛൻ തല്ലിയത്. അതെന്നല്ലേ? എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു നിന്നെ. അന്ന് പറഞ്ഞിരുന്നെങ്കിലേ തന്നെ പഠിക്കാൻ പോലും വിടില്ലായിരുന്നു. എന്നിട്ട് പഠിച്ചല്ലോ അല്ലേ? അറ്റ്ലീസ്റ്റ് നേരത്തെ അറിഞ്ഞെങ്കിൽ സപ്ലിയുടെ ഉണ്ടെങ്കിലും കുറയ്ക്കായിരുന്നു. ഇതിപ്പോ സംഭവം ലാഫിങ് ആയാലും അവനൊഴുക്കി അളിയ അടിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ അടിക്കാൻ പറ്റിയ സമയം. ആടെ അടിക്കണം. എന്റെ ലെവല് ദൈവമേ, ഇംഗ്ലീഷ് നീ അത് എടുക്കുമെന്ന് എനിക്കറിയാം. കാണുന്നില്ല. അല്ല വേണ്ട, വായിക്കടാ. നിർത്തിയ വായിക്കുന്നില്ല. വികാരി അച്ഛനില്ലാതെ കുർബാന നടത്തുന്നത് എനിക്കൊന്ന് കാണണം. പോട്ടെ കേട്ടോ, അവര് കുട്ടികളല്ലേ. ഓ, ഇവനോ? അല്ല, നീയാണ് ഈ പിള്ളേരൊക്കെ ചീത്തയാക്കുന്നത്. ചേട്ടാ, ചെറുതായിട്ടൊന്ന് ഒഴിക്കട്ടെ? ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊരു വലുത് ഒഴിച്ചോ. അല്ല, ഞങ്ങൾ ഇവിടെ ഇരുന്ന് അടിക്കുന്ന കാര്യം ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഗുരുത്വം. ഗുരുത്തോ? ഭൂഗുരുത്വം. ഗുരുത്തോ? യുടെ അതിദാരുണമാ അതിവിടെ ഇട്ട ചേട്ടൻ കാണുമല്ലോ എന്ന് വിചാരിച്ചാ വലിച്ചെറിഞ്ഞത്. ഇപ്പൊ കുരിശായി. ഇവനെന്താ അടിക്കാത്ത? അവൻ കാച്ചയില്ല, അടിക്കയില്ല. ചേട്ടൻ എന്തിനാ ഇങ്ങനെ അടിക്കുമ്പോ മൂക്കുത്തി പിടിക്കണേ? ഇതിന്റെ മണം അടിച്ചാൽ ഞാൻ വാള് വെക്കും. അതാ. ഡാ മക്കളെ, ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടാകട്ടോ, വേറൊന്നും വിചാരിക്കല്ലേ. ചേട്ടാ സെന്റിയാക്കല്ലേ? എനിക്ക് മോളിക്കുട്ടിയും മോളിക്കുട്ടിക്ക് ഞാനും മാത്രമേ ഉള്ളൂ. മക്കളില്ലാത്ത ഞങ്ങൾക്ക് നിങ്ങൾ വന്നപ്പോഴാ ഒരു ആശ്വാസമായത്. ഇനി അതുമില്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആരാന്നറിയോ? എന്നെ മോളിക്കുട്ടിയും പോലെ മക്കളില്ലാത്തവരാ. മക്കളെ, എന്തോ ഇവിടുന്ന് പോയാലും നിങ്ങളൊക്കെ ഇതുവഴിക്ക് വരണം. അത് പിന്നെ അച്ചായൻ പ്രത്യേകം പറയണോ? അല്ലടാ. മക്കളെ, നാളെ നിങ്ങൾ എത്ര വലിയ പൊസിഷനിൽ എത്തിയാലും മാതാപിതാക്കളെ മറക്കരുത്. അവരെ മറന്ന് എന്ത് ചെയ്താലും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. എന്താടാ? എനിക്ക് നല്ല വിഷമമുണ്ടാ. എന്തിന്? എനിക്ക് വേണ്ട. എന്തിന്? ഇതിപ്പോ തീരും. ഇവിടെ ഇനിയുണ്ട്. ദേ അതൊന്നല്ലടാ. അല്ലേ? എനിക്ക് നമ്മുടെ മുത്തന്നെ വെച്ചിട്ടാ. ഇവങ്ങനെ സഹിക്കൂടാ. എന്ത്? ഇവനവളെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യേ, ഇവന് അവളെ അല്ല, അവളാണ് ഇവനെ വേണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെയാണോ? ആരാ വേണ്ടാന്ന് പറഞ്ഞാലും ഇവനെ വേണ്ടാതായില്ലേ? ഞാൻ ഇറങ്ങ. മോളിക്കുട്ടി തനിച്ചേ ഉള്ളൂ. സൂക്ഷിച്ച്. മുഴുവൻ തീർത്ത്. അയ്യോയേ. നമ്മൾ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? അവളെ നമുക്ക് ഒരിക്കലും കിട്ടൂല എന്ന് ഉറപ്പാകുമ്പോഴാ. പ്ലീസ് സെന്റിയാക്കില്ലടാ. എനിക്ക് അവളെ കാണാൻ തോന്നുന്നല്ലേ. ഇപ്പോഴോ? നാളെ നമ്മൾ പോവലടാ അല്ലേ? എന്നാ വാ, ഇപ്പൊ പോയി ചോദിക്കാം. ഇപ്പോഴും? ആ, അതൊന്നും ശരിയാവൂല. അതെന്താ? നിങ്ങളൊക്കെ നല്ല ഫിറ്റാ. ഞങ്ങളൊക്കെ നല്ല ഫിറ്റ് അല്ലേ? നീയല്ലല്ലേ? നീ ഫിറ്റ് അല്ലല്ലോ. അതെ. അല്ലേ? നീ വാളാതെ മഞ്ചേരിയില്ലേ? ഇതാണ് ഇത്. ഏതാണ് വീട്? എല്ലാ വീടും ഒരേപോലെ. ഇതാണോ? ഞാൻ പറയാം, വാ. അതാ. ഓ, അതോ? ഇത് തന്നെ. ഇതല്ലേ? ആ ലൈറ്റ് ആണ് മുറി. ഞാനും വരാം. വാ. അവനുണ്ടാവും മുറി. അതാ വെളിച്ചം. ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നുപോയി കാണും. നീ എങ്ങനെ പറഞ്ഞേ? അവന് വിഷമം പോലെ. അതിന് സാധ്യത നല്ല സാധ്യതയൊക്കെ ഉണ്ടാവും. നീ അങ്ങനെ പറയാൻ പാടില്ല കേട്ടല്ലോ.
ചാരു ഒന്നും ചെയ്യാൻ വന്നല്ല, ഒന്ന് കാണണമെന്ന് തോന്നി. ഒന്ന് പുറത്തേക്ക് വരുമോ? കുടിച്ചിട്ടുണ്ടല്ലോ. ആ കുടിച്ചിട്ടുണ്ട്, കുറച്ചധികം. ചാരുവിനൊരു കാര്യം അറിയൂ, ഞാൻ വിട്ടുപോയതിനേക്കാളും എന്നെ വിട്ടുപോയാലോ എൻ്റെ ലൈഫിൽ കൂടുതൽ. ഞാൻ നാളെ പോവാ. പോണതിന് മുന്നേ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു തന്നെ. പെട്ടെന്ന് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ എന്ന് പേടിച്ച അന്നെല്ലാം വിളിച്ചു പറഞ്ഞത്. പക്ഷെ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞാൽ നമുക്ക് ആളുകളെ നഷ്ടാവുക ചെയ്യാം. അല്ലെങ്കിലും എന്നെക്കാളും തനിക്ക് ചേരുന്നത് അവൻ, ആര്? ആ റോഷൻ. കൊള്ളാം. ഇതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ്. എന്നെ പോലെ അനിയത്തി കിട്ടിയത് ഭാഗ്യാണെന്ന് പറഞ്ഞെടുക്കുന്ന ആളാ റോഷൻ. ഏ ഈ പ്രേമം വല്ലാത്തൊരു സംഭവമാണ്. നോക്ക്, ചൊല്ലൻ്റെ നിപ്പ്. ലവ് യു. ഈ റമ്മും വല്ലാത്തൊരു സംഭവം. നോക്കിയേ ചുള്ളന്റെ ഇരിപ്പ്. ഞാനും പോകും നാളെ. നാളെ നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ?